ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم: لا كبيرة مع استغفار ولا صغيرة مع إصرار. مسند الشهاب. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ കബീറത മഅ ഇസ്തിഗ്ഫാർ. പാപമോചനം തേടലോടെ ഒരു കബീറത്തുമില്ല, വലാ സ്വഗീറത ഒരു ചെറുദോഷവുമില്ല, മഅ ഇസ്റാർ നിലകൃതിയാകലോടെ. പാപമോചനം തേടി അല്ലാഹുവിനോട് യഥാർത്ഥ തൗബ ചെയ്താൽ വൻദോഷങ്ങൾ പുറത്തുപോകും. അതായത് അല്ലാഹുവിന്റെ പാപമോചനം തേടുക, സംഭവിച്ചു പോയ ആ വീഴ്ചയെ ചൊല്ലി ഖേദിക്കുക, ഇതുണ്ടായാൽ വൽ മുറാദ് അന്ന തൗബത സ്വഹീഹത തംഹു അഥറൽ ഖത്ഇഅതി വഇൻ കാനത് കബീറതൻ ഹത്താ കഅന്നഹാ ലം തകുൻ. ശരിയായ തൗബ, ഒരാളിൽ നിന്ന് ദോഷം സംഭവിച്ചു. ദോഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജല്ലേ. ദോഷം രണ്ടായിട്ടുണ്ട്, ചെറിയ പാപങ്ങളുണ്ട്, വൻപാപങ്ങളുണ്ട്. അപ്പൊ ദോഷം സംഭവിച്ച് അയാൾ അതിന് ശരിയായ തൗബ ചെയ്തു. തൗബക്ക് ചില ഷർത്തുകളൊക്കെ ഉണ്ട്. ആ ഷർത്തുകളൊക്കെ പാലിച്ച് ഒരാൾ അതിന്റെ തൗബയുടെ ഏറ്റവും പരമപ്രധാനമായ ഘടകമാണ് ഖേദം പറയുന്നത്. ആ തൗബത്തുമായിട്ട് നദം എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ നദമാണ്, ഖേദമാണ്. അള്ളാഹുവെ, എന്നിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഖേദം. അതോടൊപ്പം മേലാൽ ആ ദോഷം കൊള്ള ഞാൻ മടങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയം. നാവ് കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അതുപോലെ ജനങ്ങൾക്കും അള്ളാഹുവിനൊക്കെയുള്ള ഹഖ്ഖുകളൊക്കെ കൊടുത്തു വിട്ടുക. അങ്ങനെ ഈ ഉപാധികളൊക്കെ തൗബ ഒരാൾ ചെയ്താൽ അത് ദോഷത്തിന്റെ അസറിനെ, അടയാളത്തെ മായ്ച്ചു കളയും. കബീറത്തൻ, അത് വൻദോഷമാണെങ്കിൽ പോലും ആ ദോഷം ഇല്ലാത്ത അവസ്ഥയിലാവുന്ന പറയുന്നത്. അപ്പൊ ഒരു കാലത്ത് ഒരു ദോഷം ചെയ്ത ആള് എക്കാലത്തും അയാൾ ആ ദോഷത്തിന്റെ പേരിൽ പ്രതിയാക്കപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല. അയാൾ ആത്മാർത്ഥമായി ഒരു തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റിക്കാർഡിൽ അയാൾ വളരെ ഉന്നതനായി പോയി. പക്ഷെ മനുഷ്യദൃഷ്ടിയിൽ എപ്പോഴും പിന്നെ അയാള് ആ പഴയ വെള്ളടിക്കാരനയിക്കാരം, പെണ്ണുപിടുത്തക്കാരനയിക്കാരം, അതല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവനായിരിക്കും, വാങ്ങുന്നവനായിരിക്കും. ഇയാളാ ദോഷത്തിൽ നിന്നൊക്കെ ന്യായമായ തൗബ ചെയ്ത് അയാളെ ജീവിതം നന്നാക്കിയിരിക്കും. പക്ഷെ ജനങ്ങളെ ദൃഷ്ടിയിൽ നിന്നതും വാങ്ങൂല, അത് വേറെ വിഷയം. അപ്പോൾ ശരിയായ തൗബയുണ്ടെങ്കിൽ അത് ദോഷത്തെ മായ്ച്ചു കളയും, അത് വൻദോഷമാണെങ്കിലും. അപ്പൊ പിന്നെ ആ ദോഷം ചെയ്യാത്ത ആളോട് അവനെ ചേർക്കപ്പെടും. ഏതുപോലെ ചെളിയായ അഴുക്ക് പുരണ്ട ഒരു ഡ്രസ്സ്, അതിപ്പോ നമ്മൾ ധരിക്കൂല. അഴുക്ക് പുരണ്ട ഡ്രസ്സ് കഴുകിയാൽ എങ്ങനെ? അഴുക്ക് പുരണ്ട ഡ്രസ്സ് ശരിയായ രീതിയിൽ വാഷ് ചെയ്താൽ, കഴുകിയാല് അതിലുള്ള മാലിന്യങ്ങളൊക്കെ പോകും, അഴുക്കുകളൊക്കെ പോകൂലെ? അതേപോലെ അതാ ഇമാം ഗസാലി തങ്ങൾ പറയാണ്, തൗബ അത് ശർത്തോടെ തൗബ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും, ആ ദോഷങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യും. ആരെങ്കിലും ധരിച്ചു പോയാൽ തൗബ സാധുവാകും, അത് സ്വീകരിക്കപ്പെടൂല എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവൻ ഏതുപോലെയാണെന്ന് അറിയും. കവൻ തവഹമ അന്ന ശംസ തത്ലുഉ വസ്സലാമു ലാ യസൂലു. സൂര്യൻ ഉദിക്കും പക്ഷേ ഇരുൾ നീങ്ങൂല എന്ന് ധരിച്ചവനെ പോലെയാണ് തൗബ ശരിയാകും, സ്വീകരിക്കൂല എന്ന് കരുതുന്നവൻ. പിന്നെ നബി തങ്ങൾ എന്താ പറഞ്ഞത്? വലാ സ്വഗീറത, ചെറുദോഷം എന്ന ഒന്നില്ല, മഅൽ ഇസ്റാറി, നിത്യമാകലോടെ. ചെറുദോഷങ്ങൾ അങ്ങനെ നിത്യമായി ചെയ്താൽ അത് വൻദോഷമായിട്ട് മാറും. ദോഷങ്ങളെ രണ്ടായിട്ട് നമ്മൾ ഭാഗിച്ചല്ലോ, വിഭജിച്ചു, ചെറുദോഷം വൻദോഷം. അപ്പൊ അതിൽ ഈ ചെറിയ ദോഷങ്ങൾ തന്നെ അതിങ്ങനെ കുമിഞ്ഞു കൂടിയാൽ വൻദോഷമാകും, ആവർത്തിക്കപ്പെട്ടാൽ വൻദോഷമാകും. ചെറുദോഷങ്ങള് ആവർത്തിക്കപ്പെടുകയും അവന്റെ സുഹൃതങ്ങൾ തിന്മകളെക്കാൾ മികക്കാതിരിക്കുകയും ചെയ്താൽ
അത് വൻദോഷാകുന്ന പറയുന്നത്. അതാ പറയുന്നു فإنها بالمواظبة تعظمون. ഈ ചെറിയ ദോഷങ്ങളുണ്ടല്ല, അതിങ്ങനെ നിത്യമായി ചെയ്യുമ്പോൾ അത് വലിയ ദോഷാകും. ഒരൊറ്റ വൻദോഷം, അത് ഒരു വൻദോഷം ഒരാൾ ചെയ്തു, അതോടുകൂടെ അത് അവസാനിച്ചു, രണ്ടാമതൊരു വൻദോഷം ചെയ്യുന്നില്ലേ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരാൻ കൂടുതൽ പ്രതീക്ഷ വെക്കാം. ഏതിനേക്കാള്? ചെറുദോഷം ഇങ്ങനെ നിത്യമായി ചെയ്യുന്ന ഒരു ചെറുദോഷം ഉണ്ട്. അപ്പൊ അതിന് അള്ളാഹു മാപ്പ് നൽകുന്നതിനേക്കാൾ അള്ളാഹുവിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു വൻദോഷം. അത് ചെയ്ത് കഴിഞ്ഞു, ഇനി അതില്ല. നേരെ മറിച്ച് ഒരു ചെറുദോഷം ഉണ്ട്, അത് പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഭയപ്പെടണം. കണ്ടില്ലേ നിങ്ങൾ? അലാ തറ അന്നഹു ലൗ വഖഅത ഖതറാതു മാഇൻ അലാ ഹജരിൻ മുതവാലിയ. ഒരു കല്ലിന്റെ മേലിൽ ഇടതടവില്ലാതെ ഇങ്ങനെ തുടരെ തുടരെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പലവട്ടായിട്ട് വീണ് കഴിഞ്ഞാൽ അസറത്ത് ഫീഹി, അതിലത് പാട് വീഴ്ത്തും, അവിടെ കുഴി വീഴ്ത്തും. തുള്ളികൾ ഇങ്ങനെ തുടരെ തുടരെ വീണാൽ, അതേ സമയത്ത് ഒരു വലിയ ചെമ്പ് വെള്ളം ഒറ്റയടിക്ക് കൊണ്ടുപോയി ഒഴിച്ചാൽ ആ കല്ലിനൊന്നും പറ്റൂല. നേരെ മറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ അതെന്ത് ചെയ്യും? ആ കല്ലിന് കുഴിയുണ്ടാക്കും, അതിന് പ്രതിഫലനം ഉണ്ടാക്കും, അസറുണ്ടാക്കും. ഇതേപോലെയാണ് ചെറുദോഷങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ഇരുണ്ടതാക്കും. വൻദോഷം ഒറ്റയടിക്ക് ചെയ്ത് ഒറ്റവട്ടം അവസാനിച്ചാൽ അത് വലിയ പ്രശ്നമല്ല ഇതിനപേക്ഷിച്ചാ പറയുന്നത്. അതേ സമയത്ത് ചെറുദോഷങ്ങളും ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്നതിൽ, ഇരുൾ പരത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ, അപ്പോ നിരകൃതിയാകലോട് കൂടെ ചെറുദോഷം എന്ന് പറയുന്ന ഒന്നില്ല, അത് വൻദോഷം.